ബിഗ് ബോസ് മലയാളം സീസൺ 8 സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഇപ്പോഴിതാ ഏഴാം സീസണിലെ വിജയിയായ സീരിയൽ താരം അനുമോൾ തൻ്റെ ബിഗ് ബോസ് യാത്രയെക്കുറിച്ചും ഷോയിലുണ്ട് തനിക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും ലക്ഷ്മി നക്ഷത്രയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചു. തനിക്ക് വിശ്വാസമുള്ള ജോത്സ്യൻ നിർദ്ദേശിച്ചാലാണ് താൻ ബിഗ് ബോസിൽ പോയതെന്നും അദ്ദേഹം പറഞ്ഞതുപോലെ അച്ചട്ടായി കാര്യങ്ങൾ നടന്നുവെന്നും അനുമോൾ പറയുന്നു. ബിഗ് ബോസിൽ പോയി വന്ന ശേഷം ലൈഫ് സെറ്റിലായി. ഇപ്പോൾ അധികം പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയായി പോകുന്നു. പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്ത് നന്നായി മുന്നോട്ട് പോകുന്നു. അച്ഛൻ പുതിയ വണ്ടി വാങ്ങാറില്ലായിരുന്നു. എല്ലാം സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളായിരുന്നു. പലപ്പോഴും അച്ഛനെ ഞാൻ കളിയാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. ബിഗ് ബോസ് വിജയിച്ച ശേഷം ഒരു കാർ കിട്ടി. ആദ്യം വാങ്ങിയ കാർ കിയയാണ്. അതിനു മുമ്പ് ഒരു അൾട്ടോയാണ് ഉണ്ടായിരുന്നത്. അത് ഇപ്പോഴും വീട്ടിലുണ്ട്, വിറ്റിട്ടില്ല. ബിഗ് ബോസിൽ പോയി സമ്പാദിച്ച പണം കൊണ്ട് ഞാൻ സിറ്റിയിൽ തന്നെ സ്ഥലം വാങ്ങി. പണ്ട് മുതൽ സിറ്റിയിൽ സ്ഥലം വാങ്ങണം, അവിടെ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. മുമ്പ് ഒരു വീട് വെച്ചിരുന്നു. അതെൻ്റെ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ചേർത്ത് കൊടുത്ത വീടാണ്. അതിൻ്റെ ലോണ് 30 ലക്ഷത്തെക്കുറിച്ചാണ് ഞാൻ പലപ്പോഴായി പറഞ്ഞ് എല്ലാവരും കേട്ടിട്ടുള്ളത്. സിറ്റിയിൽ സ്ഥലം മേടിക്കുന്ന ഒരു അസറ്റാണല്ലോ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം സിറ്റിയിൽ ഒരു 25 സ്ഥലം വാങ്ങി. നല്ലൊരു തുക അതിന് ചിലവായി. പിന്നെ കുറച്ച് ഗോൾഡും വാങ്ങി വെച്ചു. എല്ലാം ബാങ്ക് ലോക്കറിലാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു രൂപ പോലും കളയാത്ത ആളാണ് ഞാനെന്ന്. അച്ഛനെയും അമ്മയും ഓർമ്മ വരുമ്പോഴാണ് കരയുന്നത്. ഹൗസിൽ എല്ലാവർക്കും എന്നോട് ദേഷ്യം കാണിക്കുമ്പോൾ തോന്നിയിരുന്നു, ഇവരൊക്കെ എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യമെന്ന്. പിന്നെ കാരണം മനസ്സിലായി, ഞാൻ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളായിരുന്നു എന്നുള്ളത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഓഡിയൻസ് സപ്പോർട്ടുമുണ്ട്. കൂടാതെ ഞാൻ എൻ്റെ എഴുത്തിൽ തലയിൽ വെച്ചിരിക്കുന്ന PR എന്നൊരാളുമുണ്ട്. ആ പുള്ളി എൻ്റെ PR ആണെന്ന് എനിക്കൊപ്പമുള്ള മറ്റുള്ളവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് അവർക്ക് ദേഷ്യമെന്ന് പിന്നീട് മനസ്സിലായി. PR അത്ര മോശം കാര്യമാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. ബിഗ് ബോസ് ഷോ കാണാതെയാണ് ഞാൻ പങ്കെടുക്കാൻ പോയത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഐഡിയ വേവില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ സംസാരിക്കാനും ആളുകളെ മനസ്സിലാക്കാനും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും ജീവിക്കാനും ഞാൻ കുറേ പഠിച്ചു. സീസൺ 6ലേക്കും ക്ഷണം വന്നിരുന്നു. ഏഷ്യാനെറ്റിൽ നിന്ന് ആദ്യം കോൾ വന്നപ്പോൾ പോകുന്നില്ലെന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞാൻ. എല്ലാവരും അഭിപ്രായം കേട്ടു. ചിലർ പോകാനും മറ്റു ചിലർ പോകണ്ടാന്നും പറഞ്ഞു. ബിഗ് ബോസിൽ പോകുന്ന കാര്യം ഉറപ്പിച്ച സമയത്താണ് ബ്രേക്കപ്പും അതുമായുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും വന്നത്. ജ്യോത്സ്യത്തിൽ ഭയങ്കര വിശ്വാസമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസമുള്ള ജ്യോത്സ്യനെ സമീപിച്ചു. ഒന്നും നോക്കണ്ട പൊയ്ക്കോളൂ എന്നും കപ്പ് കൊണ്ടേ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. വെറുതെ മുഖം നോക്കിയല്ല അവർ ഇതൊക്കെ പറയുന്നത്. നമ്മൾ ജനിച്ച സമയവും രാശിയും എല്ലാം നോക്കുന്ന കേടാണ് പറയുന്നത്. അവർ പറഞ്ഞതെല്ലാം എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്.